ഹലോ ഫ്രണ്ട്സ്, നമ്മളിനി പോകുന്നത് നൂസ പെനിരയിലെ കാഴ്ചകൾ കാണാനാണ്. ആദ്യം ഞങ്ങൾ പോകുന്നത് പലുവാൻ ക്ലിഫിലേക്കാണ്. ഏതാണ്ട് ഞങ്ങളുടെ സ്റ്റേയിൽ നിന്നൊരു 15 കിലോമീറ്റർ ഉണ്ട് പലുവാൻ ക്ലിഫിലേക്ക്. ഇവിടെ റോഡൊക്കെ നല്ല ഫ്രീ ആണ്. ഞങ്ങൾ പോയപ്പോൾ ഒരൊറ്റ വണ്ടി പോലും റോഡിലില്ലായിരുന്നു. വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ്. സെമിന്യാക്കിലൊക്കെ എവിടെ നോക്കിയാലും വണ്ടിയും എവിടെ നോക്കിയാലും ടൂറിസ്റ്റും ആയിരുന്നു. പക്ഷെ ഇവിടെ വളരെ ശാന്തമായ ഒരു സ്ഥലമായിരുന്നു. പലുവാൻ ക്ലിഫിൽ എൻട്രി ഫീ ഉണ്ട്. ഏതാണ്ട് 30K IDR ആണ് അവിടുത്തെ എൻട്രി ഫീ. അവിടെ ഒരുപാട് ഫോട്ടോ സ്റ്റോപ്പുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് റീൽസും ആ ഫോട്ടോ സ്റ്റോപ്പുകളൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇനി നേരെ അതിന്റെ തൊട്ടടുത്തുള്ള കെലിക്കിം ബീച്ചിലേക്കാണ് പോകുന്നത്. ബാലിയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കെലിക്കിം ബീച്ച്. ഇവിടുത്തെ പ്രധാന പ്രത്യേകത ഇവിടുത്തെ ക്ലിഫ് ടീറക്സ് ദിനോസറിന്റെ ആകൃതിയിലാണുള്ളത്. ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പിന്നെ താഴേക്ക് ഇറങ്ങാൻ വളരെ വലിയൊരു ട്രക്കിംഗ് തന്നെയുണ്ട്. കുറേ പേര് താഴേക്ക് ഇറങ്ങുന്നത് കണ്ടു. അപ്പം ഞങ്ങൾക്ക് ഒരു ആഗ്രഹം, എന്നാൽ ഞങ്ങൾ ഒന്ന് ട്രക്ക് ചെയ്ത് താഴെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇറങ്ങും തോറും സ്റ്റെപ്പുകളൊന്നും കാണാനേ ഇല്ലായിരുന്നു. വെറും ഒരു കയറ് മാത്രം. അങ്ങനെ ഞങ്ങൾ ഒരുവിധം താഴെ എത്തി. താഴെ എത്തുമ്പോൾ എൻ്റെ അമ്മോ, അതിമനോഹരമായ വ്യൂ ആണ്. ആ ബീച്ചിലെ മണ്ണ് പോലും വളരെ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ അവിടെ ഒരു ഗുഹയുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടുത്തെ സൺസെറ്റ് ഒക്കെ ആസ്വദിച്ച് വളരെ സമാധാനപരമായി അങ്ങനെ ഇരുന്നു. താഴേക്കുള്ള ട്രക്കിംഗ് ഭയങ്കര പ്രയാസമേറിയ ഒന്നാണ്. പക്ഷേ ഒരുപാട് പേര് താഴേക്ക് ട്രക്ക് ചെയ്ത് വരുന്നുണ്ട്. ഞങ്ങൾ വെറുതെ അങ്ങനെ ഇരുന്നു. നല്ല രസമായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പേജ് ഫോളോ ചെയ്യണേ. ബാക്കി ബാലിയിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ ഫ്രം ഫുഡി ഫ്രണ്ട്സ്.